അല്ലക്കിതേ മല്ലിയെ കണ്ടില്ലല്ലോ. മണി 7 കഴിഞ്ഞില്ലേ? രാവിലെ എണീറ്റ് വിളക്ക് വെക്കുന്നതല്ലേ? എന്നും രാവിലെ 5 മണിക്ക് എണീറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് വെച്ച് അടുക്കളയിൽ കയറുന്നത് മല്ലിയുടെ ശീലമായിരുന്നു. ഇന്ന് 7 മണിയായിട്ടും അവളെ കാണാത്തതിൻ്റെ പരിഭ്രമത്തിലായിരുന്നു ഉഷ. അറിയില്ല ഉഷ ചേച്ചി, ഞാനും അത് ആലോചിക്കണേ. ഇന്നലെ ഭയങ്കര ആലോചനയിലായിരുന്നു. ഞാൻ ഒരുപാട് തവണ ചോദിച്ചു കാര്യം എന്താണെന്ന്. എന്നിട്ട് വല്ലതും പറഞ്ഞോ? എവിടുന്ന്? അത് വാ തുറക്കണ്ടേ? അമ്മേ, ചായ. ഓ, തമ്പുരാട്ടി പള്ളി ഉറക്കം കഴിഞ്ഞ് എത്തിയോ? അവളൊന്ന് ചിരിച്ചു കാണിച്ചു. അമ്മേ, ചേച്ചി എന്തിയേ? തുളസി ക്ലാസ്സിലേക്ക് ചായ പകർന്നുകൊണ്ട് ചോദിച്ചു. അതാ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നേ. ഇത്ര നേരമായിട്ടും അവൾ താഴേക്ക് വന്നിട്ടില്ല. ഏടനും വന്നില്ലേ? ഇല്ലടി. ഇനി അവൾക്ക് എന്തെങ്കിലും വയ്യൊക്കെ വല്ലതും കാണുമോ എന്തോ? ഏയ്, അമ്മ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞു. ഇത് വേറെന്തോ ആണ്, തുളസി ആലോചനയോടെ പറഞ്ഞു. ഞാൻ ഉണ്ണിയേട്ടനോട് പറയാം ചേട്ടനെ ഒന്ന് വിളിച്ചു വെക്കാൻ. ഏയ്, അതെന്തായാലും വേണ്ട മോളെ. രണ്ടുപേരും താഴേക്ക് വരാത്ത സ്ഥിതിക്ക് വിളിക്കാൻ നിൽക്കണ്ട. അവർ വരുമ്പോൾ വരട്ടെ, ഉഷ തുളസിയെ വിലക്കിക്കൊണ്ട് പറഞ്ഞു. ഉഷ ചേച്ചി പറഞ്ഞത് ശരിയാ, അവർ വരുമ്പോൾ വരട്ടെ. തുളസി ഉണ്ണിക്കുള്ള ചായയുമായി പുറത്തേക്കിറങ്ങി. ഒരു പുതുപ്പിനടിയിൽ തന്നെ നെഞ്ചിൽ പറ്റിച്ചേർന്നുറങ്ങുന്നവളെ അവനൊന്ന് നോക്കി. ഇട്ടിട്ട് പോകുമെന്ന് കരുതി തന്നെ മുറുകെ പിടിച്ചിട്ടുണ്ട്. രാത്രി വളരെ താമസിച്ചാണ് ഒന്ന് കണ്ണടച്ചത്. അവളെ നോക്കുന്തോറും അവന് വാത്സല്യം തോന്നി. നീ എന്നെ പൂർണ്ണയാക്കിയിരിക്കുന്നു പെണ്ണെ. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ഉമ്മ വെച്ചതും അവളൊന്ന് കുറുകിക്കൊണ്ട് അവനെ നെഞ്ചിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നു. അവനൊരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് വീണ്ടും ഉറക്കത്തിലേക്ക് പോയി. ജനലിലൂടെ അടിക്കുന്ന ഇളം വെയിൽ മുഖത്തേക്ക് അടിച്ചതും ഉറക്കം തടസ്സം വന്നതുപോലെ മല്ലിയൊന്ന് കണ്ണുകൾ ചിമ്മി തുറന്നു. അവൾ ജനലിലൂടെ പുറത്തേക്കൊന്ന് നോക്കി. ഈശ്വര, നേരം വെളുത്തോ? അവൾ പെട്ടെന്ന് ചാടി എണീക്കാൻ പോയതും തൻ്റെ നഗ്നമായ ശരീരം തൻ്റെ പാതിര ശരീരത്തിൽ ചേർന്നതാണ് കിടക്കുന്നത്. അത് കണ്ടതും അവൾ നാണത്താൽ കണ്ണുകൾ മുറുക്കി അടച്ചു. അവൻ ഇരു കൈ കണ്ടും അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൾ പതിയെ അവൻ്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു. ദേവനെ, അടങ്ങിക്കിടക്ക്. എങ്ങനെ കിടക്കാൻ നല്ല സുഖം. അവൻ അവളെ ഇന്ന് കൂടി ചേർത്ത് പിടിച്ചു. എടാ, ഇപ്പം തന്നെ നേരം ഒരുപാടായി. താഴെ എല്ലാവരും നമ്മളെ അന്വേഷിക്കുന്നുണ്ടാകും. അന്വേഷിക്കട്ടെ. നമ്മൾ ഇത്രയും വൈകിയപ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാകും. എല്ലാവരും കല്യാണം കഴിഞ്ഞതല്ലേ? എന്നാലും ഞാനിനി എങ്ങനെ അവിടെ മുഖത്തേക്ക് നോക്കും? എടി പോട്ടി, കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇത്രയും വൈകിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് അവരാരും നിന്നെ കളിയാക്കില്ല. ആണോ? അവൾ വീണ്ടും സംശയം മാറാതെ ചോദിച്ചു. അതെ. അവനവളുടെ മൂക്കിൻ തുമ്പിലായി ഒന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ വിടുവോ? എനിക്ക് കുളിക്കണം. എനിക്കൊന്ന് കുളിക്കണം. അപ്പം നമുക്ക് ഒരുമിച്ചങ്ങ് കുളിച്ചാലോ? അയ്യടാ, അത് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം. നിന്റെ നാണം ഇതുവരെ മാറിയില്ലേ പെണ്ണെ? അത് മാറ്റിയിട്ടേ കാര്യമുള്ളൂ. അവൻ അവളെ തൂക്കിയെടുത്തു. എന്താ ഏട്ടാ ഇത്? എന്നെ വിട്. അയ്യേ, ഈ മനുഷ്യൻ നാണില്ലേ? അവൾ കണ്ണുകൾ ഇറക്കെ പൊത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കൊരു നാണവുമില്ല. വേറെ ആരല്ലല്ലോ, എൻ്റെ പെണ്ണല്ലേ. അവൻ അവളെയും കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. ചേച്ചി വരാത്തോണ്ട് ഒരു രസമില്ലല്ലോ തുളസി. കൃഷ്ണ താടിക്ക് കൈയും കൊടുത്ത മുകളിലേക്കുള്ള സ്റ്റെപ്പിലേക്ക് നോക്കി പറഞ്ഞു. അത് ശരിയാ, 9 മണിക്ക് ഓഫീസിൽ എത്താനുള്ളതാ. ഇനി എപ്പോഴാണോ എന്തോ വരുന്നത്. ഉണ്ണിയേട്ടൻ ഇപ്പോൾ റെഡിയായി വരും. എടി, എന്നെ കൂടി കൊണ്ടുപോടി. ഞാൻ ഈ ക്ലബുകളുടെ ഇടയിൽ കിടന്ന് ഒറ്റ കൈ പോടി. അത് പറ്റില്ല. എലൈനമ്മ നിന്നോട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞത് മറന്നുപോയോ? അതിന് ഞാൻ അവിടെ വന്ന് മലമറിച്ച് പണിയുന്ന മലയോ ചെയ്യാൻ പോകുന്നത്. ഏതെങ്കിലും മുറിയിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. പറ്റില്ല. 3 മാസം വരെ ഇവിടെ ഇരുന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ എലൈനമ്മയോട് പറഞ്ഞു കൊടുക്കും. ഏട്ടനും ചേച്ചിയും വന്നല്ലോ. അവളൊന്ന് ചിണങ്ങി മുകളിലേക്ക് നോക്കിയതും താഴേക്ക് വരുന്ന അനീഷിനെയും അവൻ്റെ പുറകിലായി വരുന്ന മല്ലിയും കണ്ട് അവൾ വിളിച്ചു പോയി. എല്ലാവരെയും നോക്കാനുള്ള മടി കൊണ്ട് ഒളിച്ചൊളിച്ചാണ് അവൾ സ്റ്റെപ്പ് ഇറങ്ങിയത്. അല്ല ചേച്ചി, എന്താ ഇത്രയും ലേറ്റായത്? എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുവാണെന്ന് അറിയോ? അത് പിന്നെ ഒരു ചെറിയ തലവേദന, അതാ ഞാൻ താമസിച്ചേ. മല്ലിയുടെ മുഖത്തേക്ക് നോക്കാതെ വിക്കി വിക്കി പറഞ്ഞു. ചേച്ചി, പെട്ടെന്ന് കഴിച്ചിട്ട് വരാൻ നോക്ക്. ഇപ്പം തന്നെ സമയം ഒരുപാടായി. ഞാനിപ്പോൾ വരാം. അവൾ അതും പറഞ്ഞ് വേഗം അടുക്കളയിലേക്ക് വലിഞ്ഞു. ഏട്ടാ, ദാ ഇവിടെ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. എന്നെ കൂടെ കൊണ്ടുപോകാൻ പറയേട്ടാ. എന്താ മോളെ ഇത്? നിനക്കിതുവരെയും കുട്ടികളെ മാറിയില്ലേ? ഞാൻ ഒറ്റയ്ക്കല്ലേ ഏട്ടാ. ആര് പറഞ്ഞു? ഇവിടെ അമ്മയുണ്ടല്ലോ. ഓ, അവർ രണ്ടുപേരും നുണയും പറഞ്ഞ് ഏതെങ്കിലും മൂലയിലിരിക്കും. ഞാൻ ഒറ്റയ്ക്കും. മോളെ, അവൻ കൃഷ്ണയെ ചേർത്ത് പിടിച്ചു. കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ, അത് കഴിഞ്ഞ് ആലോചിക്കാം. അവൾ മനസ്സോടെ സമ്മതം മൊളി. മല്ലി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്ന ഗീതയെയും മോശയെയും കണ്ട് അവളൊന്ന് പരുങ്ങി. ആഹാ, വന്നല്ലോ ആള്. മല്ലിയെ കണ്ടതും ഗീത പറഞ്ഞു. മോളെ, അവന് കഴിക്കാൻ എടുത്ത് കൊടുക്ക്.
നിങ്ങൾക്ക് പോകാൻ സമയമായില്ലേ? അവർ തന്നോട് എന്നത്തെയും പോലെ സംസാരിക്കുന്നത് കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി. എന്തുകൊണ്ടും എണീക്കാൻ താമസിച്ചെന്നോ ഒന്നും തന്നെ അവർ ചോദിച്ചില്ല. അത് കണ്ട് അവൾക്കെന്തോ ആശ്വാസം തോന്നി. അവൾ അവനുള്ള ആഹാരവും എടുത്ത് പുറത്തേക്കിറങ്ങി. പിന്നെ വേഗം എല്ലാവരും കഴിച്ച് അവരവരുടെ വഴിക്കിറങ്ങി. ഉണ്ണി അവരെയും കൊണ്ട് ഫിനാൻസിലേക്കും അനീഷും കിരണും വണ്ടിയുമായി ഹോസ്പിറ്റലിലേക്കും പോയി. അവരെല്ലാം പോയതും കൃഷ്ണയ്ക്ക് ആകെ ഒറ്റപ്പെടൽ തോന്നി. അവൾ കുറച്ചു നേരം മുറ്റത്തൊക്കെ കറങ്ങി നടന്നു. അത് കഴിഞ്ഞ് ബോറടിച്ച് തുടങ്ങിയതും അകത്തേക്ക് കയറി. അല്ല ഗീതമേ, എങ്ങോട്ട് പോകുക? കയ്യിലൊരു പാത്രത്തിൽ കഞ്ഞിയുമായി പോകുന്ന ഗീതയെ കണ്ടതും കൃഷ്ണ ചോദിച്ചു. സമയം ഇത്രയായില്ലേ മോളെ, അയാൾക്ക് വല്ലതും കൊടുക്കണ്ടേ? ഇല്ലിൽ കുറച്ച് കഴിയുമ്പോൾ കിടന്ന് വിളിക്കാൻ തുടങ്ങും. ഗീതമ്മയ്ക്ക് മടുപ്പ് തോന്നുന്നില്ലേ എന്നും ഇങ്ങനെ ഓട്ടുമ്പോൾ? എന്ത് ചെയ്യാം മോളെ, ചെയ്തല്ലേ പറ്റൂ. നമുക്കിതിൽ കുറച്ച് വിഷം കൂടി കലക്കി കൊടുക്കാമേ, അതോടെ അയാളുടെ കഥ കഴിയും. എൻ്റെ കുട്ടി, ഈ സമയത്ത് അരുതാത്തൊന്നും പറയല്ലേ. അയാളുടെ വിധി ആകുന്നത് വരെ ഇങ്ങനെ കിടന്ന് നരകിക്കട്ടെ. അവർ അതും പറഞ്ഞ് അകത്തേക്ക് കയറി. ഗീതയുടെ പുറകെ കൃഷ്ണയും അകത്തേക്ക് കയറി. മോള് പുറത്തേക്ക് പൊക്കോ, ഈ മുറിയുടെ നാറ്റമൊന്നും മോൾക്ക് പിടിക്കില്ല, ഛർദ്ദിക്കാൻ വരും. സാരയില്ലമ്മേ, അങ്ങനെ തോന്നുവാണെങ്കിൽ ഞാൻ പുറത്തേക്ക് പോയിക്കോളാം. കൃഷ്ണക്കട്ടിൽ കിടക്കുന്ന നാരായണനെ ഒന്ന് എത്തി നോക്കി. കിടക്കുന്ന കിടപ്പ് കണ്ടാൽ പാവം തോന്നും. കയ്യിലിരിപ്പോ ഹോ, അവൾ താടിക്കുന്നു കൈ കൊടുത്തു. ഗീത കയ്യിലിരിക്കുന്ന കഞ്ഞി മേശപ്പുറത്തേക്ക് വെച്ചു. അമ്മേ, അത് ഞാൻ ചെയ്തോളാം. കുറച്ചുപ്പ് അതിലേക്ക് ഇടാൻ പോയതും കൃഷ്ണ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു ചിരിയുടെ ഗീത ഉപ്പ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. കൃഷ്ണ കുറച്ച് ഉപ്പെടുത്ത് കഞ്ഞിയിലേക്കിട്ട് നന്നായി കലക്കി. അത് പോരെ ഇയാൾക്ക്, ഉപ്പ് കഴിച്ച് കഞ്ഞി ഒടിക്കാൻ പാടില്ല. അവൾ വാശിയോടെ കുറച്ചുകൂടി ഉപ്പ് കഞ്ഞിയിലേക്ക് വാരിയിട്ടു. മോളെ, ഞാൻ അച്ചാറെടുക്കാൻ മറന്നു, ഇപ്പോൾ വരാമേ. പോയിട്ട് വാമേ. ഗീത വേഗം അടുക്കളയിലേക്ക് നടന്നു. പെട്ടെന്ന് നാരായണൻ്റെ കണ്ണുകൾ കൃഷ്ണയുടെ മേൽ പതിഞ്ഞു. നാരായണൻ്റെ കണ്ണുകൾ തിരിഞ്ഞു നിൽക്കുന്ന കൃഷ്ണയുടെ പിന്നിലായി നീണ്ടു. അവളുടെ ആ നിൽപ്പ് കാണെ അയാളിലേക്ക് ഒരുതരം ലഹരി പടർന്നു കയറി. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവളൊന്നും തന്നെ അറിയുന്നില്ലായിരുന്നു. ബെഡിന് അടുത്തായിട്ടായിരുന്നു അവൾ നിന്നിരുന്നത്. കിടപ്പ് രോഗിയായതുകൊണ്ട് അയാളൊന്നും ചെയ്യില്ലെന്നുള്ളൊരു വിശ്വാസവും അവൾക്കുണ്ടായിരുന്നു. പെട്ടെന്ന് നാരായണൻ കൈയെത്തി അവളെ പിടുത്തമിട്ടു. പിടികിട്ടിയത് അവളെ തുണിയിലായിരുന്നു. തന്നെ ആരെ പിടിക്കുന്നത് പോലെ തോന്നിയതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. തൻ്റെ തുണിയിൽ പിടുത്തമിട്ടിരിക്കുന്ന നാരായണനെ കണ്ടതും അവളൊന്നും ഭയന്ന് വിറച്ചുപോയി. വിടടോ, അവൾ കൈ വിടുവിക്കാൻ നോക്കി. അത് കണ്ട് അയാൾ കൂടുതൽ ബലം പ്രയോഗിച്ച് അവളെ തന്നിലേക്ക് വലിക്കാൻ ശ്രമിച്ചു. വിട്, എന്നെ വിട് അമ്മയെ, അവൾ പേടിയുടെ ഉച്ചത്തിൽ വിളിച്ചു. അമ്മയെ, ഓടി വാ. കൃഷ്ണയുടെ വിളി കേട്ട് ഉഷയും ഗീതയും അങ്ങോട്ടേക്ക് ഓടി. അവൾ സർവശക്തിയും എടുത്ത് ആഞ്ഞു വലിച്ചതും അയാളുടെ കൈവിട്ട് അവൾ ദൂരേക്ക് തെറിച്ചു വീണു. അമ്മയെ, അവളൊരു അലർച്ചയുടെ ചുമരിൽ ചെന്നിടിച്ച് മലർന്ന നിലത്തേക്ക് വീണു. വീഴ്ചയിൽ അവളുടെ ഉദരത്തിൽ ജീവനെടുത്ത ആ കുഞ്ഞു ജീവൻ ബ്ലഡായി നിലത്തേക്ക് ഒഴുകിയിറങ്ങി. അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. അവൾ വീഴുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഉഷയും ഗീതയും അകത്തേക്ക് വന്നത്. മോളെ, അവർ കൃഷ്ണയെ വാരിയെടുത്തു. അയ്യോ, എൻ്റെ കുട്ടിക്ക് ഇതെന്തു പറ്റി? അവർ അലമുറയിട്ട് വിളിച്ചു. നിലത്തേക്കൊഴുകുന്ന രക്തം കണ്ടതും അവർ ഭയന്നു പോയി. ഓരോട്ടം കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് അനീഷിൻ്റെ ഫോൺ ബെല്ലടിച്ചത്. എടാ, വീട്ടിൽ നിന്ന് അമ്മയാണ്. കോൾ കണ്ടതും കിരൺ പറഞ്ഞു. നീ അതൊന്ന് സ്പീക്കറിലിട്. കിരൺ കോൾ എടുത്തതും അപ്പുറത്തു നിന്നുമുള്ള പൊട്ടിക്കരച്ചിലാണ് കേട്ടത്. അമ്മേ, എന്താ, എന്തിനാ കരയുന്നേ? മോനെ, നമ്മുടെ കൃഷ്ണ. അത് കേട്ടതും അവൻ വണ്ടിയിൽ നിന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ഗീത ഒറ്റ ശ്വാസത്തിൽ എല്ലാം അവരോട് പറഞ്ഞു. അളിയ, എൻ്റെ പെണ്ണ്, എൻ്റെ കുഞ്ഞ്. എടാ, പേടിക്കാതെ, ഒന്നും ഉണ്ടാവില്ല. അവൻ വണ്ടിയും എടുത്ത് നേരെ വൃന്ദാവനത്തിലേക്ക് വിട്ടു. അമ്മേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ലേബർ റൂം തുറന്നിറങ്ങി വരുന്ന എലൈനെ കണ്ട അനീഷ് അടുത്തേക്ക് ചെന്നു. മോനെ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താമ്മേ, കുഞ്ഞു പോയി. അയ്യോ, അത് കേട്ടുന്ന മല്ലിയും തുളസിയും പൊട്ടിക്കരഞ്ഞു. അവളെന്നോട് അപ്പോഴേ പറഞ്ഞതാ അവളെയും കൊണ്ട് പോകാൻ. കൂടെ കൊണ്ടുപോയിരുന്നതിൽ നമ്മുടെ വാവ ഇപ്പോൾ നഷ്ടപ്പെടില്ലായിരുന്നു. തുളസി പദം പറഞ്ഞ് കരഞ്ഞു. മല്ലി അവളെ ചേർത്ത് പിടിച്ചു. കിരൺ തളർച്ചയുടെ കസാരയിലേക്കിരുന്നു. അവൻ്റെ അപ്പുറവും ഇപ്പുറവുമായി ഉണ്ണിയും അനീഷും ഇരുന്നു. അങ്ങനെ അതും പോയല്ലേ അടിയാ? ദൈവം തന്നത് ദൈവം തന്നെ കൊണ്ടുപോയി. എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു. എന്തിനാ വെറുതെ ആശ തന്നിട്ട് അതിനെ തിരിച്ചെടുത്തത്? ഏയ് കരേതറ. അനീഷ് അവനെ ചേർത്ത് പിടിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അളിയ. നീ ഇങ്ങനെയായാൽ അവളെ ആരാ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നത്? ഇപ്പോൾ ചങ്ക് തകർന്ന് കിടക്കുന്നുണ്ടാകും. ഉണ്ണി അവനെ സമാധാനപ്പെടുത്തി. ശരിയാ, ഞാൻ കരയുന്നത് കണ്ടാൽ അവൾക്ക് ഒരുപാട് സങ്കടമാകും. അവർ രണ്ട് കണ്ണും അമർത്തി തുളച്ചു. ഒന്ന് ചിരിച്ച് അവിടെ മുഖത്തേക്ക് നോക്കി. ആ ചിരിയിൽ അവൻ്റെ ഉള്ളിലെ വേദന നിഴലിച്ച് നിന്നു. ഒരാൾക്ക് അവളെ ഇപ്പോൾ കാണാം. കിരണേ, നീ അങ്ങോട്ട് ചെല്ല്. എലൈൻ അവൻ്റെ തോളിലായി പിടിച്ചു. എനിക്ക് പേടിയ ഡോക്ടറമ്മേ അവളെ കാണാൻ. എന്നെ കാണുന്തോറും
അവൾക്ക് കൂടുതൽ സങ്കടമാകും. ഇപ്പം നിന്നെ കൊണ്ടല്ലാതെ വേറെ ആരെക്കൊണ്ടും അവളെ ആശ്വസിപ്പിക്കാൻ കഴിയും. മോനെ ചെല്ല്. അവനെ നിർബന്ധിച്ച് അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. റൂമിനകത്തേക്ക് കയറിയതും മുകളിലേക്ക് നോക്കി കിടക്കുന്ന അവളെ കണ്ട് അവനൊന്ന് നിന്നു. പെട്ടെന്നൊരു കാൽ പെരുമാറ്റം കേട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവൻ അവൾക്കടുത്തേക്ക് ചെന്ന് അരികിലായിരുന്നു. എടപ്പോട്ടാ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ആ കുഞ്ഞ് നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ പോരെ? അവളുള്ളിലെ വിങ്ങൽ മറച്ചു പിടിച്ച് പറഞ്ഞു. അവനതിന് മറുപടിയൊന്നും മിണ്ടിയില്ല. ഇനി നമുക്ക് വാവ ഉണ്ടാകില്ലേ, പിന്നെന്തിനാ വിഷമിക്കുന്നേ? അവൻ അവളുടെ കയ്യിലേക്ക് പിടിച്ചു. സാരില്ല, പോട്ടെ, എനിക്ക് വിഷമമൊന്നുമില്ല. അവൾ അവൻ്റെ മടിയിലേക്ക് തലവെച്ച് പറഞ്ഞു. കണ്ണിൽ നിന്നും ഇറ്റി വീഴുന്ന കണ്ണുനീർ അവൻ കാണാതെ അവൾ തുടച്ചു മാറ്റി. നീ എന്താ അനീഷേ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നേ? മാറി നിന്ന് ആലോചിക്കുന്ന അനീഷിനെ നോക്കി ഉണ്ണി സംശയത്തോടെ ചോദിച്ചു. എടാ, അനങ്ങാതെ കിടന്നിട്ട് പെണ്ണിനെ കാണുമ്പോൾ അയാൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്നേ? അതാടാ നാരായണൻ. ആവണക്കാലത്ത് പെണ്ണിൻ്റെ കൂടെ അല്ലായിരുന്നോ ആറാട്ട്? ഇനി അയാൾ ജീവനോടെ ഇരിക്കാൻ പാടില്ലടാ ഉണ്ണി. അയാൾ കാരണം ഇനിയൊരു ജീവൻ കൂടി നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പോൾ ആകുമ്പോൾ ആർക്കും സംശയം വരില്ല. കിടന്ന കിടപ്പിൽ മരിച്ചെന്നേ കരുതൂ. നീ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ അനീഷ പറയുന്നേ? നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ. ഒരല്പം ദയ നമ്മൾ അയാളോട് കാണിച്ചത് കൊണ്ടാ അയാളിപ്പോൾ ഇങ്ങനെ കാണിച്ചേ. അതിനി ഉണ്ടാവാൻ പാടില്ല. നിനക്ക് ജന്മം തന്ന അച്ഛനാണെന്ന് മറക്കണ്ട. ജന്മം തന്ന മകൻ്റെ കൈ കൊണ്ടാകട്ടെ അച്ഛൻ്റെ അവസാനത്തെ യാത്രയപ്പ്. അവൻ വല്ലാത്തൊരു ലഹരിയോടെ പറഞ്ഞു. നമുക്ക് വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം ഉണ്ണി. ഇവിടെ കിരണം, നിന്റെ അമ്മയും പിന്നെ അവരും ഉണ്ടല്ലോ. പോകാം അനീഷേ, ഉണ്ണിയും പകയിരുന്ന കണ്ണുകളോടെ പറഞ്ഞു. പിന്നെ നീ ഇന്ന് ധർമ്മനെ കൂടി വിളിച്ചു. ഗീത മരവിച്ച മനസ്സുമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അവർ മനസ്സിൽ എന്തൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് നാരായണൻ കിടക്കുന്ന റൂമിലേക്ക് പോയി. ഗീത നാരായണൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എടി എരണം കെട്ടവളെ, നീ എന്താ എന്നെ നോക്കി പേടിപ്പിക്കുവാണോ? നീന്ന് എന്താ കാണിച്ചെന്നറിയോ? ഞങ്ങളുടെ എല്ലാം സ്വപ്നവും സന്തോഷവുമാണ് നീ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞത്. അവളുടെ വയറ്റിലെ ഒരു കുഞ്ഞു ജീവനാണ് ഈ തറയിൽ കിടക്കുന്നത്. തറയിൽ തളം കെട്ടി കിടക്കുന്ന ബ്ലേഡിലേക്ക് ചൂണ്ടി ഗീത പറഞ്ഞു. അതിന് നിനക്കിത്ര ദണ്ണ എന്താ? നിന്റെ മോളൊന്നും അല്ലല്ലോ അവൾ. നിനക്ക് ബന്ധങ്ങളുടെ വിലയൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല നാരായണ. അതിന് നിന്നെപ്പോലുള്ളവർ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. ഡീ, നീ എന്നെ തന്തയ്ക്ക് വിളിക്കുന്നോ? അതെടാ, നിന്റെ തന്തയ്ക്ക് തന്നെയാണ് വിളിച്ചത്. നീ ഇത് കണ്ടോ? എൻ്റെ കയ്യിലിരിക്കുന്നത് നല്ല ഒന്നാന്തരം ഇരുമ്പ് വടിയാ. നിനക്കിത് വെച്ച് ഒന്ന് തന്നാലുണ്ടാകുന്നതിൻ്റെ വേദന പറഞ്ഞാൽ മനസ്സിലാകില്ല. അത് പ്രവർത്തിച്ച് തന്നെ കാണിക്കണം. അതും പറഞ്ഞ ഗീത കമ്പി കൊണ്ട് അയാളുടെ കയ്യിലേക്ക് ആഞ്ഞടിച്ചു. അയാളുടെ അലർച്ച ആ വീട്ടിലാകെ പ്രതിധ്വനിച്ചു. ഇപ്പം നിനക്ക് വേദനിക്കുന്നുണ്ടോ നാരായണ? ഇതിനേക്കാളും ഇരട്ടിയാ ഇന്ന് ഞങ്ങൾ വേദനിച്ചത്. ഗീത മറ്റേ കയ്യിലും വടി കൊണ്ടടിച്ചു. അയ്യോ, ഇനിയൊന്നും ചെയ്യല്ലേ, അയാൾ അലമുറയിട്ട് കരഞ്ഞു. നിന്നെ ഒന്നും ചെയ്യില്ലെന്നോ? ഇതുപോലെയല്ലേ നിന്റെ മുന്നിൽ കിടന്ന ഓരോ പെൺകുട്ടികളും വിളിച്ചത്? നിനക്കപ്പോൾ വേദനിക്കുന്നുണ്ടോ? നിന്റെ കരച്ചിലിപ്പോൾ എനിക്കൊരു ലഹരി പോലെ തോന്നുവാ. ഇനി നീ ലോകത്ത് വേണ്ട. ഒരിക്കൽ എൻ്റെ നെറ്റിലെ സിന്ദൂരം മായ്ച്ചവനാ നീ. അതിന് പകരമായി ഞാൻ നിന്റെ ജീവൻ എടുക്കുക നാരായണ. ഗീത കമ്പി വടി നിലത്തേക്കിട്ട് തലയിണ കയ്യിലെടുത്ത് നാരായണൻ്റെ മുഖത്തേക്ക് അമർത്തി പിടിച്ചു. നീ പോ നാരായണ, ഈ ലോകത്ത് നിന്ന് തന്നെ നീ പോ, ചത്തു തൊല. അയാൾ മരണവെപ്രാളത്തോടെ കാലിട്ടടിച്ചു. അയാളുടെ അനക്കം നിലയ്ക്കുന്നത് വരെ ഗീത തലയിണ അമർത്തി പിടിച്ചു. അയാൾ മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയതും ഗീത ആത്മനിർവൃത്തിയോടെ നിലത്തേക്കിരുന്നു. നീ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം നിന്നോടൊപ്പം ഈ പ്രപഞ്ചത്തിൽ തന്നെ അലിഞ്ഞു ചേരട്ടെ നാരായണ. ഗീത മുട്ടിലേക്ക് മുഖം അമർത്തി കുനിഞ്ഞിരുന്നു. ഉണ്ണിയും മനീഷും അകത്തേക്ക് കയറിയപ്പോൾ കട്ടിലിന് താഴെ മുട്ടിൽ മുഖം അമർത്തി കുനിഞ്ഞിരിക്കുന്ന ഗീതയെ കണ്ട് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ബെഡിൽ അനക്കമില്ലാതെ കണ്ണുകൾ മുകളിലേക്ക് തൂർച്ചുന്തി കിടക്കുന്ന നാരായണനെ കണ്ടും അവർക്ക് കാര്യം മനസ്സിലായി. അമ്മേ, അനീഷ് ഗീതയുടെ തോളിലായി ഒന്ന് തൊട്ടു. ഞാൻ അയാളെ കൊന്നു മോനെ. ഞങ്ങളെ അമ്മ തോൽപ്പിച്ച് കളഞ്ഞല്ലോ. ഇനി ഈ ലോകത്ത് അയാളെ വേണ്ടെന്ന് കരുതി പരലോകത്തേക്ക് അയക്കാനായി ഓടി വന്നതായിരുന്നു. ഇത് എൻ്റെ കൈകൊണ്ട് തന്നെ ചെയ്യണമായിരുന്നു മോനെ. ഒരിക്കൽ എൻ്റെ താലിയെടുത്ത മനുഷ്യനാ. പോട്ടെ, സാരയില്ലമ്മേ. മോനെ, പോലീസിനെ വിളിക്ക്. ഇനി സന്തോഷത്തോടെ എനിക്ക് അവിടെ കൂടെ പോകാം. അമ്മയെ ഞാൻ എങ്ങോട്ടും വിടില്ല. ഒരു പോലീസും അമ്മയെ തൊടില്ല. അനീഷ് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നാരായണൻ്റെ മരണവാർത്ത നാട്ടിലെങ്ങും കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. കിടപ്പിലായതുകൊണ്ട് ആർക്കും ഒരു സംശയവും തോന്നിയതുമില്ല. കൂടാതെ ധർമ്മനും അവൻ്റെ പടകളുമെല്ലാം ചടങ്ങുകളും അവസാനിക്കുന്നത് വരെ എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവസാനമായി അനീഷ് അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തി. അമ്മ തൻ്റെ അടുത്തുനിന്ന് ചിരിക്കുന്നത് പോലെ അവന് തോന്നി.
എവിടെ നിന്നോ അറിയാത്തൊരു നൊമ്പരം ഉള്ളിൽ വന്ന് നിറയുന്നത് പോലെ അവന് തോന്നി. മതി അളിയ വന്നേ. ആളിക്കത്തുന്ന ചിതയിലേക്ക് നോക്കി നിൽക്കുന്ന അനീഷിനെ കണ്ട് അവൻ വിളിച്ചു. പോകാം. അവൻ കിരണിൻ്റെ കൂടെ തിരിഞ്ഞു വണ്ടിയിലേക്ക് കയറി. രാഘവന് പറഞ്ഞയച്ച അതേ ശ്മശാനത്തിൽ തന്നെയായിരുന്നു നാരായണൻ്റെയും ചിതയൊരുക്കിയത്. എല്ലാം കഴിഞ്ഞ് വൃന്ദാവനത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയിരുന്നു. അങ്ങനെ അതിന് തീരുമാനമായി അല്ലേ അളിയ? ദിവസങ്ങൾ പോകും തോറും നാരായണൻ്റെ മരണം എല്ലാവരും മറന്നു തുടങ്ങി. എല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു. ദിവസങ്ങൾ കടന്ന മാസങ്ങളിലേക്ക് പോയി. അനീഷ് ടെൻഷനോടെ ആശുപത്രി വരാന്തയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഓഫീസിലിരുന്നപ്പോൾ മല്ലിന്ന് തല ചുറ്റി വീണു. എല്ലാവരും ചേർന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ദുർഗ വാസുദേവൻ്റെ കൂടെയുള്ളത് ആരാ? ഒരു നേഴ്സ് പുറത്തേക്ക് തല നീട്ടി ചോദിച്ചു. പെട്ടെന്ന് അനീഷ് അവർക്കടുത്തേക്ക് ചെന്നു. ഡോക്ടർ വിളിക്കുന്നുണ്ട്. അവൻ നേഴ്സിൻ്റെ പുറകെ അകത്തേക്ക് കയറി. ദുർഗയുടെ അനീഷിനെ കണ്ടതും ഡോക്ടർ ചോദിച്ചു. ഹസ്ബൻഡാണ് മാഡം. ഇപ്പോൾ എങ്ങനെയുണ്ട് മാഡം? പേടിക്കാനൊന്നുമില്ലടോ. നിങ്ങൾക്കിടയിലേക്ക് ഒരാൾ കൂടി വരാൻ പോകുക. ദുർഗ പ്രഗ്നൻ്റ് ആണ്. സത്യമാണോ മാഡം? അതേടോ, താനൊരു അച്ഛനായിരിക്കുക. ഞാനിതിൽ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ് എഴുതുന്നുണ്ട്. അത് മുടങ്ങാതെ കഴിക്കാൻ പറയണം. ശരി മാഡം. പെട്ടെന്ന് നേഴ്സിൻ്റെ കൂടെ പുറത്തേക്കിറങ്ങി വരുന്ന തൻ്റെ പെണ്ണിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു. ഓടിച്ചെന്ന് അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കാൻ തോന്നി അവന്. രണ്ടുപേരും പുറത്തേക്കിറങ്ങി. അവരെ കണ്ട എല്ലാവരും അടുത്തേക്ക് വന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു അനീഷേ? എന്ത് പറയാനാ ഉണ്ണി, ചിലവൊക്കെ കൂടി വരുമല്ലേ? അവൻ അനീഷിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ ചിരിയിൽ നിന്നും അവന് കാര്യം പിടികിട്ടി. സത്യമാണോ? അതേടാ. അവൻ സന്തോഷത്തോടെ ഉണ്ണിയെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാവാൻ പോവുകയാണല്ലേ കിരണേ? ഇപ്പോൾ നമ്മൾ മാമന്മാരും ഇവൻ അച്ഛനുമായിടാ. ഉണ്ണി സന്തോഷത്തോടെ കിരണിൻ്റെ തോളിലൂടെ കയറ്റുകൊണ്ട് പറഞ്ഞു. തുളസി ഉണ്ണി എന്ന് നോക്കി. അവൻ തിരികെ എന്താന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ആണുങ്ങളെ കണ്ട് പഠിക്കും. ഇന്ന് രാത്രി ആവട്ടെ. പോടാ ഇടി. അവൻ തിരികെ മറുപടിയായി ഒന്ന് കണ്ണടച്ച് കാണിച്ചു. അച്ചായി എന്താ ഈ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദഷ് കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് മോനെ. ഉണ്ണി അവനെ ഒന്ന് നോക്കി. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ദക്ഷ് തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. ഇത്രയും നാൾ സ്വന്തമെന്ന് കരുതിയ മാതാപിതാക്കൾ ആരും അല്ലെന്നറിഞ്ഞപ്പോൾ അവനാകെ തകർന്നു പോകുന്നത് പോലെ തോന്നി. അവൻ കയ്യിലിരിക്കുന്ന ഫോട്ടോയിലേക്കൊന്ന് നോക്കി. ഇതാണോ എൻ്റെ അമ്മയും അച്ഛനും? അവൻ എല്ലാവരുടെയും മുഖത്തേക്ക് ഒന്ന് നോക്കി. ആ ഫോട്ടോയിലൂടെ ഒന്ന് വിരലൊഴിച്ചു. അച്ചായി ഇതാണോ എൻ്റെ? അവൻ വാക്കുകൾ കിട്ടാതെ ഒന്ന് നിർത്തി. അതെ മോനെ, ഇതാണ് നിൻ്റെ അച്ഛൻ അനീഷും അമ്മ ദുർഗ വാസുദേവനും. ദശ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് ഒന്ന് ഏങ്ങിക്കരഞ്ഞു. മോനെ, കൃഷ്ണ അവൻ്റെ അടുത്തായിരുന്നു. ഇത്രയും കാലം ഞങ്ങൾക്ക് നിന്നിൽ നിന്നിത് മറച്ചു വെക്കേണ്ടി വന്നു. അത് ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ടാണ്. ഞങ്ങളല്ല നിൻ്റെ അച്ഛനും അമ്മയും എന്നറിയുമ്പോൾ നീ ഞങ്ങളിൽ നിന്നും അകന്നു പോകുമോ എന്ന് ഞങ്ങൾ പേടിച്ചു. ദഷ് കൃഷ്ണയുടെ മുഖത്തേക്ക് നോക്കി. എനിക്കൊരു അമ്മയാകാനുള്ള ഭാഗ്യം ദൈവം തന്നില്ല. ഒരിക്കൽ തന്നതിനെ ദൈവം തന്നെ എടുക്കുകയും ചെയ്തു. പകരം നിന്നെ എനിക്ക് മകനായി തന്നു. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ മകനാ, എൻ്റെ സ്വന്തം മകൻ. കൃഷ്ണ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അമ്മേ. അവൻ പതിയെ കൃഷ്ണയെ തന്നിൽ നിന്നും അകറ്റി മാറ്റി. മോനെ. കൃഷ്ണൻ നെഞ്ചി പൊട്ടി വിളിച്ചു. അവൻ ആ വിളി വകവയ്ക്കാതെ ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു. അങ്കിളെ, എൻ്റെ അമ്മയും അച്ഛനും ഇപ്പോൾ എവിടെയുണ്ട്? എനിക്കവരെ ഒന്ന് കാണാൻ പറ്റുമോ? മോനെ, അത് എനിക്കൊന്ന് കണ്ടാൽ മതി അങ്കിളെ. ഞാനൊരു അവകാശത്തിന് പോകില്ല. അവൻ നെഞ്ചിലെ പിടപ്പോടെ പറഞ്ഞു. അങ്കിളെ ഒന്ന് പറ, അവരിപ്പോൾ എവിടെയുണ്ട്? എന്നെ കൊണ്ടുപോകാൻ മടിയാണെങ്കിൽ പറഞ്ഞു തന്നാലും മതി, ഞാൻ പോയി കണ്ടോളാം. ഞാൻ ഇവനോട് എന്ത് പറയും ഈശ്വര? സത്യം അറിഞ്ഞാൽ ഇവൻ എങ്ങനെ ഉൾക്കൊള്ളും? ദയേ നീയെങ്കിലും ഒന്ന് പറയടി, എൻ്റെ അച്ഛൻ എവിടെയുണ്ടെന്ന്. അച്ഛാ, എനിക്കിവൻ്റെ സങ്കടം കാണാൻ വയ്യ, ഒന്ന് പറഞ്ഞു കൊടുക്ക അച്ഛാ. അവൾ ഉണ്ണി നോക്കി കെഞ്ചി. പറയാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനിയൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാം ഇവൻ അറിയട്ടെ. ഉണ്ണി വീണ്ടും 23 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. ഉണ്ണി പറയുന്നത് കേൾക്കാനായി വീണ്ടും എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി. മല്ലി പ്രഗ്നൻ്റായി 2 മാസം കഴിഞ്ഞതും തുളസിയും ഒരമ്മയാകാൻ പോകുന്നു എന്ന വാർത്ത എല്ലാവരിലും വീണ്ടും സന്തോഷം നിറച്ചു. ദിവസങ്ങളുടെയും മാസങ്ങളുടെയും കാത്തിരിപ്പിനൊടുവിൽ മല്ലി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. തുളസി ഒരു പെൺകുഞ്ഞിനും. എടാ ഉണ്ണി, നിന്റെ മോളെ എനിക്ക് തന്നേക്കണം കേട്ടല്ലോ. വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി അനീഷ് ഉണ്ണിയുടെ വയറ്റിലൊന്ന് ഇടിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, അതിനി പറയാനുണ്ടോ? എൻ്റെ മകൾ നിന്റെ മകൾ തന്നെയല്ലേ? അത് കേട്ടതും കൃഷ്ണയുടെ മനസ്സിൽ ഒരു നൊമ്പരം തോന്നി.
2 പ്രാവശ്യം അവൾ പ്രഗ്നൻ്റ് ആയെങ്കിലും അത് അബോർഷനായി പോയിരുന്നു. കൃഷ്ണയുടെ സങ്കടം മനസ്സിലാക്കി മല്ലി കൃഷ്ണയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞു ദേശിനെ കൃഷ്ണയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇനി മുതൽ നീയാണ് ഇവൻ്റെ അമ്മ. പ്രസവിച്ചത് ഞാനാണെങ്കിലും ഇനി ഇവനെ വളർത്തേണ്ടത് നീയാണ്. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഇവൻ എനിക്ക് തിരികെ തന്നാൽ മതി. ചേച്ചി, എനിക്ക് മനസ്സിലാക്കും മോളെ നിന്നെ. അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് മുന്നേ നീ ഒരു അമ്മയാകുമായിരുന്നു. ചേച്ചി, എനിക്കൊരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിലും ഇവർ 2 പേരും എൻ്റെ മക്കൾ തന്നെയല്ലേ. ഒരു കുഞ്ഞ് സങ്കടമുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് കള്ളമായി പോകും ചേച്ചി. നിങ്ങളെപ്പോലെ 10 മാസം വയറ്റിൽ ചുമന്ന് കുഞ്ഞു വരുന്നതും കാത്ത് ആശുപത്രിയിൽ കിടക്കിൽ വേദന എന്താണെന്നറിഞ്ഞ് കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിൽ കേൾക്കുമ്പോൾ സന്തോഷം എന്താണെന്നറിഞ്ഞ് ആദ്യമായി മുലയൂട്ടുമ്പോഴുള്ള ആത്മനിർവൃത്തിയിൽ സ്വയം മറന്ന് ഞാനൊരു അമ്മയായെന്നുള്ള തിരിച്ചറിവിൽ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞു നെറ്റിയിൽ നിന്ന് ഉമ്മ വയ്ക്കാനുള്ള ഭാഗ്യം ദൈവം തരാതെ പോയി. കുറച്ച് താമസിച്ചായിരുന്നുവെങ്കിലും നിനക്കും ആ ഭാഗ്യം കിട്ടും മോളെ. ഇനി എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിലും സാരില്ല ചേച്ചി. എനിക്ക് ഇവരുണ്ടല്ലോ. പ്രസവിച്ചാൽ മാത്രമല്ലല്ലോ ഒരു സ്ത്രീ അമ്മയാകുന്നത്. ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുമ്പോൾ കൂടിയല്ലേ അതിന് എനിക്ക് പ്രസവിക്കണമെന്നില്ല. ഇവരെ ഞാൻ വളർത്തും. ഇല്ല, ഞങ്ങൾ വളർത്തും. അവൾ കിരണിൻ്റെ അടുത്തേക്ക് ചേർന്നെന്ന് പറഞ്ഞു. അവളുടെ ഉള്ളിലെ നൊമ്പരം മനസ്സിലാക്കിയെന്നോണം അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറ്റിയിലായി ഒന്ന് ഉമ്മ വെച്ചു. കുഞ്ഞിതേഷ് കൃഷ്ണയുടെ കയ്യിലിരുന്നൊന്ന് ചിടങ്ങി. വാവേ, കരയലേ, അമ്മയുടെ മുത്തലേ. കൃഷ്ണ ആ നിമിഷം മുതൽ അവൻ്റെ അമ്മയാവുകയായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകവേ ദേഷ്യം കൃഷ്ണയും തമ്മിൽ ഒരാത്മബന്ധം ഉടലെടുത്തു. അവളെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ദേഷ്യനും. കൃഷ്ണയ്ക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു. അച്ഛൻ ചെയ്തൊരു ചതിയിൽ അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ കുഞ്ഞിനെയാണല്ലോ എന്നുള്ള വേദന അനീഷിനെ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അനീഷും മല്ലിയും മകനെ പൂർണ്ണമായും അവൾക്ക് വിട്ടുകൊടുത്തു. ഒരേ വീട്ടിലായതുകൊണ്ട് ഒരു വേർപാട് അവർക്ക് തോന്നിയതുമില്ല. അനീഷിന്റെ സ്നേഹത്തിൽ മല്ലി മറ്റു ദുറക്കയായി മാറുകയായിരുന്നു. ശരിക്കും അവർ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയായിരുന്നു. പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദുരന്തം അറിയാതെ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, നാളെ നമ്മളെല്ലാവരും കൂടി ഒരു 1 ഡേ ടൂറിന് പോകുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഉണ്ണി കൈനെ മയക്ക് രൂപത്തിലാക്കി എല്ലാവരോടുമായി പറഞ്ഞു. അല്ല, ഇതിപ്പോൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതിനിത് നമ്മൾ ആണെങ്കിൽ പ്ലാൻ ചെയ്തതാണ്. കിരൺ കൃഷ്ണ ചോയ്സിന് മറുപടിയായി പറഞ്ഞു. അല്ല, ഇപ്പോൾ എവിടെ പോകാനാ പ്ലാൻ? തുളസി സംശയത്തോടെ ചോദിച്ചു. അതൊന്നും തീരുമാനമായില്ല. സ്ഥലം നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തു, അനീഷ് എല്ലാവരോടുമായി പറഞ്ഞു. അങ്ങനെ കുറേ നേരത്തെ ആലോചനയ്ക്കൊടുവിൽ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലം അവർ കണ്ടുപിടിച്ചു. മല്ലി പൊന്മുടിയിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം അവിടെ തന്നെ പോകാമെന്ന് തീരുമാനമായി. അമ്മേ, നിങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ വരണം. ഒരുപാട് നാളായില്ലേ ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട്, അനീഷ് ഗീതയോടും ഉഷയോടുമായി പറഞ്ഞു. ഞങ്ങളില്ല മക്കളെ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ പോയിട്ട് വാ. അത് പറ്റില്ല, നിങ്ങളും കൂടി വന്നേ പറ്റൂ. എല്ലാവരും അവരെ നിർബന്ധിച്ചു. ഓ ശരി ശരി, ഞങ്ങളും വന്നോളാം. എല്ലാവരുടെയും നിർബന്ധം കാരണം ഗീതയും ഉഷയും അവിടെ കൂടെ പോകാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങി. എല്ലാവർക്കും കാറിലിരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കുഞ്ഞിനെ കൃഷ്ണയുടെ കയ്യിൽ ഏൽപ്പിച്ച അനീഷും മല്ലിയും ബുള്ളറ്റിൽ കയറി. ആദ്യം മനീഷ് വണ്ടിയെടുത്ത് മുന്നിൽ നിന്ന് പോയി. അവർക്ക് പിറകിലായി കാറിൽ ബാക്കിയുള്ളവരും. കളിയും ചിരിയുമായി കടന്നുപോയ സന്തോഷത്തിന് നിമിഷങ്ങൾ. മല്ലി അനീഷിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. എന്ത് പറ്റി എൻ്റെ പെണ്ണിന്? തണുക്കുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല. അതൊരു വെറും വാക്കാണല്ലോ, എന്തോ കാര്യമായിട്ട് പറയാനുണ്ടല്ലോ. എന്നും ഇങ്ങനെ എൻ്റെ ഏട്ടൻ്റെ കൂടെ എങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു പോയതാ. അതിനിപ്പോൾ ഞാൻ നിന്നെ വിട്ടു പോകുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആദ്യം ഞാനാണ് മരിക്കുന്നതെങ്കിൽ നിന്നെയും കൊണ്ട് പോകും പോരെ? മരണത്തിൽ പോലും ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കില്ല പെണേ, മതിയോ? അയ്യടാ, അങ്ങനെ ഇപ്പം മരിക്കണ്ട. അവൾ അവൻ്റെ കവിളിൽ നിന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞു. അവൾ ഒന്നുകൂടി അവനെ ഇറക്കെ കെട്ടിപ്പിടിച്ചു. ഉണ്ണിയളിയ, അളിയനെയും പെങ്ങളെയും കാണുന്നില്ലല്ലോ. സിഗ്നലിൽ എത്തിയതും കിരൺ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എടാ, അവർ ബുള്ളറ്റിലല്ലേ, മുന്നേ പോയി കാണും. അത് ശരിയാ. അവരുടെ കാർ സിഗ്നൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയതും മൊത്തത്തിൽ ബ്ലോക്കായി. ഇതെന്താളിയാ എല്ലാവരും ഓടുന്നത്? പുറത്തെ ബഹളം കണ്ട് കിരൺ സംശയത്തോടെ ചോദിച്ചു. അറിയില്ലടാ. അവൻ പതിയെ കാറിലെ സൈഡ് ഗ്ലാസ് താഴ്ത്തി തലയിട്ട് പുറത്തു നിന്നൊരാളോട് വിവരം ചോദിച്ചു. അത് ഒരു ബൈക്ക് ടിപ്പറുമായി കൂട്ടിയിടിച്ചതാ. ഒരാൾ അപ്പം തന്നെ മരിച്ചു. അയാൾ തിരികെ മറുപടിയായി പറഞ്ഞു. നിങ്ങളിരിക്കെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഉണ്ണി കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. കിരൺ മനസ്സില്ല മനസ്സോടെ ഒന്ന് മൊളി. അവന് നെഞ്ചിനകത്ത് എന്തോ ഭാരം വന്ന് നിറയുന്നത് പോലെ തോന്നി.
അവരുടെ സന്തോഷത്തിനിടയിൽ പിന്നിൽ നിന്നും വരുന്ന 2 കഴുകൻ കണ്ണുകളെ അവർ ശ്രദ്ധിച്ചതേയില്ല. സിഗ്നൽ കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് പോയതും പിന്നിൽ നിന്ന് വന്ന ടിപ്പർ ലോറി അനീഷിനെയും മല്ലിയെയും മിടിച്ച് തെറിപ്പിച്ചുകൊണ്ട് സ്പീഡിൽ പോയി. രണ്ടുപേരും തെറിച്ച് റോഡിലേക്ക് വീണു. മല്ലിയുടെ തല ശക്തിയിൽ റോഡിൽ വന്നിടിച്ചു. അവളുടെ തല പൊട്ടി രക്തം നിലത്തേക്ക് ഒഴുകി. നിലത്ത് വീണ അവൻ അവളെ അടുത്തേക്ക് എത്താനായി ശ്രമിച്ചു. പക്ഷെ ആ ശ്രമം പരാജയപ്പെട്ടു. അവനും നിലത്തേക്ക് തന്നെ വീണു. അവസാനമായി കണ്ണടയുന്നതിന് മുന്നേ തൻ്റെ പ്രിയതമനെ അവളൊന്ന് നോക്കി. കണ്ണുകളാൽ യാത്ര പറഞ്ഞു. അവളുടെ കണ്ണുനീർ ഇറ്റ നിലത്തേക്ക് വീണു. പതിയെ അവസാനമായി അവൾ ലോകത്തിനോട് വിട പറഞ്ഞ് മരണത്തിന് കീഴടങ്ങി. അവൻ കണ്ണുകൾ വലിച്ചു തുറന്ന് അവളെ നോക്കി. ഏട്ടാ, ഞാൻ പോകുവാണേ, വരുന്നില്ലേ എൻ്റെ കൂടെ? കുറച്ച് മുന്നേ കൂടി പറഞ്ഞല്ലേ മരിക്കുവാണെങ്കിൽ ഒരുമിച്ചാണെന്ന്, എന്നിട്ട് എന്നെ മാത്രം പറഞ്ഞു വിടുവാണോ? അവൾ പരിഭവത്തോടെ അവനെ നോക്കി പറഞ്ഞു ചിരിച്ചു. ഉണ്ണി അവിടെ എത്തുമ്പോഴേക്കും മല്ലി മരിച്ചു കഴിഞ്ഞിരുന്നു. അനീഷേ! അവൻ അനീഷിനെ മടിയിലേക്ക് എടുത്ത് കിടത്തി അലറി വിളിച്ചു. എടാ, കണ്ണ് തുറക്കടാ! അവൻ അലമുറയിട്ട് കരഞ്ഞു. ഉണ്ണി! അവൻ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. അനീഷേ, എണീക്കടാ, നിനക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഡാ, അവള് പോയടാ. അവൻ മല്ലിയെ നോക്കി കൈ ചൂണ്ടി പറഞ്ഞു. അയ്യോ! അവൻ തലക്കടിച്ചൊന്ന് വിളിച്ചു പോയി. ഉണ്ണി, എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നടാ. അവൻ ഉണ്ണിയുടെ കവിളിലായി കൈവച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ലടാ, ഞാനിപ്പോൾ പോകുമെടാ. അവനൊന്ന് മരണ വെപ്രാളത്തോടെ ഏങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, നിനക്കൊന്നും ഇല്ലടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഇല്ലടാ, അവിടെ വരെയൊന്നും ഞാൻ ഉണ്ടാകില്ല. പിന്നെ എൻ്റെ മോനെ പൊന്നുപോലെ നോക്കിക്കോണം. എനിക്കറിയാം കിരണും കൃഷ്ണയും അവനെ പൊന്നുപോലെ നോക്കുമെന്ന്. ഇങ്ങനൊരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന കാര്യം അവനോട് പറയണ്ട. അവനും നീങ്ങി. പതിയെ അവൻ്റെ ശരീരം നിശ്ചലമായി. അങ്ങ് ദൂരെ അവൻ മല്ലിയുടെ കൈയും പിടിച്ച് ആ കാഴ്ച നോക്കി നിന്നു. കിരൺ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി കണ്ടുകൊണ്ടുവന്ന കാഴ്ച അതായിരുന്നു. അവൻ അനീഷിൻ്റെ അടുത്തേക്കിരുന്നു. പോയല്ലേ, എന്നെ തനിച്ച് വെച്ചിട്ട് പോയല്ലേ? എനിക്കിനി ആരുണ്ടാളിയാ? അറിവ് വെച്ച കാലം തൊട്ട് ഞാൻ അടികിൻ്റെ കൂടെ അല്ലായിരുന്നോ? ഇപ്പോൾ എന്നെ തനിച്ചാക്കി പോയി കളഞ്ഞല്ലേ? അവൻ സമനില തെറ്റിയതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നു. ഉണ്ണി നെഞ്ചിപ്പൊട്ടുന്ന വേദനയുടെ മറുകൈയാൽ കിരണിനെ ചേർത്ത് പിടിച്ചു നിന്നു. നിനക്ക് ഞാനുണ്ടെന്ന് പറയുന്ന പോലെ. ഉണ്ണിയെന്ന് പറഞ്ഞു നിർത്തി ദക്ഷിണെ നോക്കി. അവനൊരു പൊട്ടിക്കരച്ചിലൂടെ ഉണ്ണിയുടെ നെഞ്ചിലേക്ക് വീണു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഈ ലോകത്ത് തന്നെ പോയല്ലേ അങ്കിളെ? മോനെ, നിൻ്റെ അച്ഛനും അമ്മയും ഇവർ തന്നെയല്ലേ? ഇവരല്ലേ നിന്നെ വളർത്തി വലുതാക്കിയത്? ഉണ്ണി കൃഷ്ണയെയും കിരണിനെയും നോക്കി പറഞ്ഞു. അന്ന് എല്ലാം കഴിഞ്ഞ് നിന്നെയും കണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോന്നു. അവിടെ പുറകെ ആരും ഉണ്ടെന്ന് നിൻ്റെ അച്ഛൻ പറഞ്ഞ അവസാന വാക്കുകൾ എല്ലാവരിലും ഭീതി നിറച്ചു. നിന്നെയും ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നോർത്ത് ഞങ്ങൾക്ക് പേടിയായിരുന്നു മോനെ. ധർമ്മൻ എല്ലാ വഴിക്കും അന്ന് അന്വേഷിച്ചു, എന്നാൽ ഒരു തുമ്പും കിട്ടിയില്ല. ഇനി അവനങ്ങനെ തോന്നിയതാണോ, അതോ എവിടെയെങ്കിലും നമ്മളെയും കാത്തും മറിഞ്ഞിരിക്കുന്ന ശത്രു ഉണ്ടാകുമോ അറിയില്ല മോനെ. അന്ന് ഇവനെ നേരെയാക്കിയെടുക്കാൻ പാടുപെട്ടു. ഇവൻ മാനസികമായി തകർന്നു പോയൊരവസ്ഥ. ഉണ്ണി കിരണിനെ ചേർത്ത് നിർത്തി പറഞ്ഞു. എൻ്റെ എല്ലാമായിരുന്നടാ നിൻ്റെ അച്ഛൻ. കിരൺ എല്ലാം തകർന്നവനെ പോലെ പറഞ്ഞു. അവൻ നഷ്ടപ്പെട്ടപ്പോൾ ഞാനാകെ തകർന്നു പോയി മോനെ. അച്ചായി! ദേശ അവനെ കെട്ടിപ്പിടിച്ചു. നീ അച്ചായി വിട്ട് പോകലിടാ മോനെ. ഇല്ല അച്ചായി, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിട്ട് ഓരോരുത്തേക്കും പോകില്ല. എൻ്റെ അച്ഛനും അമ്മയും നിങ്ങൾ തന്നെയാണ്. അവൻ മറുകൈയാൽ കൃഷ്ണനെയും ചേർത്ത് പിടിച്ചു. അങ്കിളെ, ഞാൻ ഉടനെ തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് ആദ്യം അന്ന് അന്വേഷിക്കുന്ന കേസ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം തന്നെയായിരിക്കും. മറിഞ്ഞിരിക്കുന്ന ശത്രു എവിടെയായാലും ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. നമുക്കൊന്നും വേണ്ട മോനെ. നിന്നെ കൂടെ നഷ്ടപ്പെട്ടാൽ ഈ അമ്മ ജീവനോടെ ഇരിക്കില്ല. ഇല്ലമ്മേ, എനിക്കൊന്നും സംഭവിക്കില്ല. എൻ്റെ അച്ഛൻ അന്ന് അത്രയൊക്കെ ചെയ്തെങ്കിൽ ഇന്ന് അതിനേക്കാളും ഇരട്ടിയായി എനിക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ആ അച്ഛൻ്റെ രക്തം തന്നെയല്ലേ. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പോലീസാകാൻ പോകുന്ന ആളല്ലേ. എന്നാലും അമ്മയ്ക്ക് പേടിയാ മോനെ. എൻ്റെ അമ്മയ്ക്ക് ഒരു പേടിയും വേണ്ട മോനെ. നിങ്ങളുടെ കല്യാണം ഇനിയും വെച്ച് താമസിപ്പിക്കണോ? ഉടനെ അതങ്ങ് നടത്തിയാലോ? ഉണ്ണി ദേശിനെ നോക്കി ചോദിച്ചു. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഇവളെ ഞാനിനി എങ്ങനെ സഹിക്കുമോ എന്തോ. എല്ലാവരുടെയും സങ്കടമൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി അവൻ ദയയെ നോക്കി തമാശയായി പറഞ്ഞു. എടാ മാക്രി, ഞാൻ നിനക്ക് ശല്യാണല്ലേ? നിനക്കെന്നെ സഹിക്കാൻ വയ്യല്ലേ? ദയ അവനെ നോക്കി പരിഭവത്തോടെ ചോദിച്ചു. അതെടി, നിന്നെ ഞാൻ ഈ സഹിക്കണല്ലോ. അവൾ കയ്യിൽ കിട്ടിയ പില്ലോ എടുത്ത് അവനെ എറിഞ്ഞു. അവനത് കൈകൊണ്ട് പിടിച്ച് തിരിച്ചവളെ എറിയാനായി പോയതും അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടി. അവനും പുറകെ പാഞ്ഞു. അതുകണ്ട് എല്ലാവരുടെയും മനസ്സൊന്ന് തണുത്തു. ഞാൻ പറഞ്ഞില്ല കിരണേ, ഇത്രയേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടും അവൻ നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ?
അവന് വേണമെങ്കിൽ അവൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ പോകാം. പക്ഷേ അവനത് ചെയ്യില്ല. ദേശ് കയ്യിലിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി. കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റ ഫോട്ടോയിലേക്ക് വീണു. നിങ്ങളെ ഈ ലോകത്തു നിന്നും പറഞ്ഞയച്ച ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല അച്ഛാ. എന്നാലും എന്നെ ഒന്ന് കാണാതെ പോയി കളഞ്ഞല്ലോ. അവൻ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വെച്ച് കൊച്ചു കുട്ടിയെപ്പോലെ വിങ്ങി വിങ്ങി കരഞ്ഞു. മനസ്സൊന്ന് തണുത്തതും അവൻ ഫോട്ടോ ബെഡിലേക്ക് വെച്ചു. ഫോണെടുത്ത് ധർമ്മൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അങ്കിളെ, ഇത് ഞാനാ. എൻ്റെ അച്ഛൻ അവസാനിപ്പിച്ചിരുത്തുന്നും ഞാൻ കളി തുടങ്ങാൻ പോകുക. ഇതിൻ്റെ പിന്നിൽ ആർക്കുണ്ടായിരുന്നാലും ഞാൻ അവരെ വെറുതെ വിടില്ല. പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. മോനെ, നീ ഇതെങ്ങനെ? ഞാനെല്ലാം അറിഞ്ഞങ്ങളെ. ഇന്ന് അവർക്ക് എന്നോട് എല്ലാം പറയേണ്ടി വന്നു. എന്തിന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും മോനെ? എനിക്ക് ഈ ഒരു വാക്ക് മതി അങ്ങളെ. അവൻ ഫോൺ കട്ട് ചെയ്ത് ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കി. പെട്ടെന്ന് അച്ഛൻ അവനെ നോക്കി ചിരിക്കുന്നത് പോലെ അവന് തോന്നി. ഒരു വേള അവനും ആ ചിരിയിൽ പങ്കുചേർന്ന് മനോഹരമായി എന്ന് ചിരിച്ചു.